ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. കേട്ടിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എല്ലാവരും അല്ലേ? അപ്പോൾ നോട്ടിഫിക്കേഷൻ കുറച്ച് ഡിലേ തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും, അതൊക്കെ ആയിരിക്കും കുറച്ച് ടെൻഷൻ. ഇനി വിളിക്കില്ലേ? വിളിക്കും അല്ലേ? പക്ഷേ നമുക്ക് തയ്യാറെടുക്കാനുള്ള സമയം കുറച്ചും കൂടെ കൂടുതലുണ്ട് എന്ന് മാത്രം. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ പാഠപുസ്തകങ്ങളെല്ലാം മാറി, പുതിയ പാഠപുസ്തകങ്ങളെ എല്ലാ ക്ലാസ്സിലെയും നമുക്ക് കയ്യിൽ കിട്ടി അല്ലേ? 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പുതുക്കിയതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. പുതുക്കിയ സിലബസ് അനുസരിച്ചിട്ട് പാഠപുസ്തകങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കേട്ടറ്റ് പരീക്ഷയിലും ഉണ്ടാകും അല്ലേ? അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. കാരണം നിങ്ങൾ അധ്യാപകരാകാൻ പോകുന്നവരാണ്. അപ്പോൾ പാഠപുസ്തകങ്ങളിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വേണം നിങ്ങളുടെ തയ്യാറെടുപ്പുകളും വേണ്ടത്. അപ്പോൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പുതിയൊരു ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60-ഡേ ബാച്ചാണ്. അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേ 1-ൽ നമുക്കൊരു സബ്ജക്റ്റ് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഏതൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, മലയാളം പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി പഠിക്കാനുണ്ട്, സോഷ്യൽ സയൻസ് തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് അല്ലേ? അവിടെ നമുക്ക് 20 മാർക്കോളം എന്തുണ്ട്, പെഡഗോജിയും പഠിക്കാനുണ്ട്. അപ്പം ഇത്രയധികം ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യണം വേണ്ടേ? അപ്പോൾ നമുക്ക് ഡേ 1-ൽ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. അവിടെ നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്, ദെൻ സോഷ്യൽ സയൻസിൽ പ്രാചീന ശിലായുഗം, പ്രാചീന കേരളം, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളവും ഒക്കെ നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സബ്ജക്റ്റുകളാണ്. ഒരെണ്ണം ഒട്ടും പഠിക്കാതെ നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളെ അല്ലെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളെ മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ തയ്യാറെടുത്താൽ ഇനി വരുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറേ പേരൊക്കെ 1-2 പ്രാവശ്യം എഴുതി മാർക്കിന് അടുത്ത് വന്ന് നിന്ന് പാസ്സാകാതെ പോയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് വേണല്ലേ? അപ്പോൾ അവയൊക്കെ മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രാചീന ശിലായുഗം അല്ലേ? അതേപോലെ തന്നെ സോഷ്യലിലെ മറ്റു ഭാഗമാണ് സിവിലൈസേഷൻ, സംസ്കാരങ്ങൾ. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ ചൈനീസ് സംസ്കാരം, ഹരപ്പൻ സംസ്കാരം. ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. മനഃശാസ്ത്ര ചിന്താധാരകൾ, മനഃശാസ്ത്ര എന്നാണ് കേട്ടോ, മനഃശാസ്ത്ര ചിന്താധാരകൾ. അതുപോലെ തന്നെ സൈക്കോളജിയിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? ഇംഗ്ലീഷില് ആർട്ടിക്കിൾസ് ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇങ്ങനെയൊക്കെ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൃത്യമായിട്ട് അടക്കി ഒതുക്കി അവയ്ക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയൊക്കെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഏതൊക്കെ ലെസൺസിലാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് വരുന്ന ലെസൺസിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് എന്ത് വരിക, ലൈവ് ക്ലാസ്സുകളും നിങ്ങളുടെ അടുത്തേക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനം മാത്രമല്ല, വർക്കൗട്ടുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ എന്തുണ്ട്, ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്കുണ്ടാവും. അതിൽ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലൈവ് ക്ലാസ്സിൽ പറയാം. അപ്പം എന്താണ് ഇതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ? ഇപ്പം മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ കൂടിയായിട്ട് മാറും. പിന്നെ നമ്മളിങ്ങനെ ഒരു 5-6 ദിവസങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു റിവിഷൻ ഡേ വരും. കണ്ടോ, ഇപ്പോൾ ഇവിടെ 7ാമത്തെ ദിവസം റിവിഷനാണ്. അപ്പം നമ്മൾ 6 ദിവസം കൃത്യമായിട്ട് ടോപ്പിക്കുകൾ പഠിച്ചു. ആ റിവിഷൻ ഡേയിൽ നമുക്കൊരു റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ആ എക്സാമിന് നിങ്ങൾക്ക് പെർഫോം ചെയ്ത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ഇനി ഏതൊക്കെ ഭാഗങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്
എനിക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണ് മാർക്ക് കുറവായത്, സൈക്കോളജിയിൽ ഇത്രേ കിട്ടിയുള്ളൂ, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ 60 ഡേ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് 6 ദിവസത്തെ ഇടവേളകളിൽ റിവിഷൻ ഡേകളും വന്നു പോകുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടിയൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിച്ചെത്തിക്കഴിഞ്ഞാൽ, ഏകദേശം സിലബസ് ഒക്കെ തീരാറായി കഴിഞ്ഞാൽ നമുക്ക് 150 മാർക്കിൻ്റെ എക്സാമുകൾ നമ്മൾ എഴുതി തുടങ്ങും. അടുത്തൊരു കേട്ടറ്റ് പരീക്ഷ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ പ്രധാന ടോപ്പിക്കുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പുതിയൊരു ബാച്ച് നമ്മൾ 60 ഡേ ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻക്വയറിക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അധ്യാപക പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ഒരു ചാനൽ വഴിയായിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്